സമയമായപ്പോൾ എനിക്ക് കൂടി. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. പക്ഷെ പിന്നെ മനസ്സിലായി ആ ടൈമിൽ നമുക്കൊന്നും ഓക്സിജൻ കിട്ടാത്തൊരു ടൈമായിരിക്കും. അപ്പോൾ ഞാനൊരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസമായിട്ടൊരു എഫക്റ്റ് കിട്ടും. പക്ഷെ ഈ ഒരു കൊറോണ സമയമായപ്പോൾ എനിക്ക് എന്ത് ചെയ്തില്ല, ഓക്സിജൻ കിട്ടാണ്ടായിട്ട് സിലിണ്ടർ ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിക്കേണ്ടി വന്നു. അതുപോലെ ഇൻഹേലർ ആ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ട് എന്തായില്ല, എനിക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ നമ്മൾ തൊട്ട വീടുണ്ട്. ഞാനൊരു ക്ലാസ്സൊന്നും കേൾക്കാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്ത ആളെ ഫോളോ ചെയ്തു കണ്ടു. നമ്മൾ വീടിന്റെ തൊട്ടടുത്താവുമ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഏതാ വിശ്വസിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താ പറയാ, ആ പ്രോഡക്റ്റ് എന്റെ ഒന്ന് പറഞ്ഞ് അവിടെ മുമ്പ് ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ ശ്വാസം മുട്ടുള്ള ആളാണ്, ഒന്ന് നോക്കി നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, മരുന്ന് കഴിക്കണം, ടെസ്റ്റ് ചെയ്യണതൊക്കെ നമുക്ക് അറിയുള്ളൂ. ഹോമിയോ അങ്ങനെ എല്ലാ ട്രീറ്റ്മെന്റും അറിയും. പക്ഷെ ഇതെന്താന്ന് നമുക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മൾക്ക് അറിയാത്തതൊന്നും ഇല്ല നമ്മൾ വിശ്വസിക്കരുത്. കാരണം ആ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് 11ാമത്തെ ദിവസം ഫസ്റ്റ് പോയി 11ാമത്തെ ദിവസം എനിക്ക് ഉറക്കം ഫസ്റ്റ് കിട്ടി, ശ്വാസം മുട്ടും. എന്തോ ഒരു എനിക്കൊരു അത്ഭുതമായി. രാവിലെ എണീച്ചപ്പോൾ ഞാൻ ഉറങ്ങി, എനിക്ക് ശ്വാസം മുട്ടി. അപ്പോൾ എനിക്ക് തീരെ കിട്ടില്ല. നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് കിട്ടൂല, അയച്ചു പോയിട്ട് ഇരിക്കലാണ്. 3-4 വർഷമാണ് അങ്ങനെ ഇരുന്നിട്ട് ടൈം ആക്കിയ ആളാണ് ഞാൻ. പിന്നെ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പൊന്നും കയറാൻ കഴിയില്ല. വാൾവിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ശ്വാസത്തിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും. ഡെലിവറിന് ശേഷം വന്നതാണ്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ എത്ര വേണമെങ്കിലും ഇപ്പോൾ കയറുന്നതിനൊരു പ്രശ്നമില്ല. അതുപോലെ ശ്വാസം കയറണം. എനിക്ക് എവിടെ പോവാനോ ഒന്നും ഒരു പൊടി പോലും പറ്റാത്ത ആളായിരുന്നു. ഒരു പ്രശ്നമില്ല. തണുത്ത വെള്ളം കുളിക്കുന്നതിനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ചൂടാക്കിയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന രീതിയിൽ എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളൊരു കാര്യത്തിന് വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സാറ് പറഞ്ഞ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നു. ഇപ്പൊ എനിക്ക് വേറൊരു അസുഖം വരുന്നില്ല. എന്തെങ്കിലും നമ്മൾ ഗുളിക കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. എല്ലാ ജോയിന്റും വേദന, അതില്ല. മൈഗ്രെയിൻ ആണെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ അത് കെട്ടിക്കഴിഞ്ഞാൽ അത് പോവുക ചെയ്യണം. അപ്പൊ നമുക്കത് ഞാൻ നിരന്തരമായിട്ട് എന്നെ സെർച്ച് ചെയ്യാം. നമ്മൾ പ്രോഡക്റ്റ് സെയിൽ ചെയ്യണമല്ലോ. ഇത് റിസൾട്ട് കിട്ടിയാൽ നമ്മൾ എന്തായാലും ആരും പറഞ്ഞ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മെഡിസിൻ കഴിക്കുന്നില്ല, അതുമായിട്ട് വേറെ ഒരു ട്രീറ്റ്മെന്റും ഇല്ല. പിന്നെ വേദനകൾ എന്ന് പറഞ്ഞാൽ ഒരു വേദനയില്ല. ഇപ്പൊ എത്ര വേണമെങ്കിലും നമുക്ക് ഷോപ്പാണ്, അവിടെ നിന്ന് വർക്ക് ചെയ്യാം, സ്റ്റെപ്പുകൾ എത്ര കയറാം, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. നമ്മൾ എന്തെങ്കിലും അസുഖത്തിന് നമ്മൾ വേഗം എന്ത് ചെയ്യും, തലവേദന അല്ലെങ്കിൽ മെഡിക്കൽ വർക്ക് അല്ലെങ്കിൽ ഡോളർ ആയിരിക്കും. നമ്മൾ ഇപ്പോൾ കൊറോണയുടെ സമയത്തൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ അറിയും. ഞാൻ അന്നിങ്ങനെ ആലോചിച്ച കാര്യം, അന്ന് ആരും ഹോസ്പിറ്റലിൽ പോകില്ലായിരുന്നു. അപ്പൊ ഈ ആളുകൾക്കൊക്കെ എവിടെ അസുഖം അല്ലേ. പക്ഷെ കൊറോണയുടെ ആ സ്ട്രിക്റ്റ് ഒക്കെ നിന്നതിന് ശേഷം നമ്മൾ വീണ്ടും ആശുപത്രിക്ക് പോയി കഴിഞ്ഞു. എന്ത് ചെറിയ കാര്യത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഗുളിക കഴിക്കാൻ മടിയുള്ള ആളായതുകൊണ്ട് ഞാൻ അതിന്റെ ഏറ്റവും ചെറിയൊരു ഗുളിക തിരഞ്ഞെടുത്തു. ഏറ്റവും എന്തുള്ള നല്ല പെട്ടെന്ന് മാറ്റം വരുന്നത്. പക്ഷെ അതൊന്നും ഏൽക്കാതായപ്പോൾ എനിക്ക് ആകെ എന്തെങ്കിലും ഒരു സൂയിസൈഡിന്റെ ഒരു മൈൻഡിലേക്ക് മാറിയിരുന്നു. കാരണം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടെൻഷനിലേക്ക് പോയി. കാരണം എനിക്ക് എഴുതിയിട്ടുള്ള ആൾക്കൊന്നും ഒരു അസുഖവും ഇല്ല. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യും, സ്വയം തന്നെ നെഗറ്റീവായി വന്നൊരു ടൈമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് പറയണ വെച്ചാൽ, പുതിയ വ്യക്തികളോട് പറയണ വെച്ചാൽ, നമ്മൾ അറിയാത്തതൊന്നും നമ്മൾ സത്യമില്ലാന്ന് വിചാരിച്ചത്. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതെന്താന്ന് മനസ്സിലാവുള്ളൂ. നമ്മൾ ആ സർക്കുലേഷൻ ആ ഒരു പ്രോപ്പർ ആയതുകൊണ്ടാണ് എനിക്ക് അസുഖം മാറി. ആ പ്രോപ്പർ ആയതുകൊണ്ട് തന്നെ ഓക്സിജനും കിട്ടിയ സെല്ലിൽ. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അതെന്ത് ചെയ്ത് ഹീൽ ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ആരെ പറ്റിക്കാനൊന്നും കഴിയൂല. ഈ നിയോഡൈമി എന്താണെന്നും മാഗ്നറ്റിക് തെറാപ്പി എന്താണെന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്ത കറക്റ്റ് കിട്ടും. അതുപോലെ നിങ്ങൾ പുറത്തു പോയിട്ട് ആരെടുത്ത് ഇതിന് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഇത് യൂസ് ചെയ്ത ആളുകൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം. വെള്ളം കുടിക്കുമ്പോൾ തണുപ്പാണെങ്കിൽ ഞാൻ വെള്ളം ഇഷ്ടമില്ലെങ്കിൽ കുടിക്കുകയാണ്. കാരണം മരുന്ന് കഴിക്കേണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു നമ്മളിപ്പോ പറയുമ്പോൾ ചെറിയ രീതിയിലാണ് വിചാരിക്കുക. അത്രയും ബുദ്ധിമുട്ടിയ ഒരു സംഗതിയാണ് ശ്വാസം മുട്ട്. അപ്പോൾ ഞാൻ കമ്പനിയൊക്കെ വിസിറ്റ് ചെയ്ത, രസത്തിന് പോയി വിസിറ്റ് ചെയ്ത ആളാണ്. പക്ഷെ എനിക്ക് ആ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു. കാരണം നമുക്ക് അത്രയും ഇതായ അസുഖമാണല്ലോ മാറിയത്. അപ്പോൾ ഡോക്ടർ സാഗർ ജോഷിക്ക് തന്നെ വലിയൊരു താങ്ക്സ് ആണ് ഞാൻ പറയുന്നത്. ഒരു മരണത്തിന്റെ ഒരു ഇതിലേക്കാണ് പോയി. നമുക്ക് അസുഖം വരും, നമുക്ക് ഓട്ടോമാറ്റിക്കലി ടെൻഷൻ വരും. മക്കളെ നോക്കാൻ നമ്മളെ വീട്ടിൽ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ആരും ഇഷ്ടം, നമ്മളെ ആർക്കും എന്താവില്ല, ഇഷ്ടവും ഉണ്ടാവില്ല. നമ്മൾ നല്ലോണം ഇരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും നമ്മൾ ഇഷ്ടം ഉണ്ടാവില്ല. അത് ബോധ്യമായ ആളാണ്. പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളതിന്റെ സപ്പോർട്ടായിരുന്നു. അവർക്കൊക്കെ പേടിയായി. കാരണം എന്റെ അടുത്ത് വരുമ്പോഴും ഇങ്ങനെ ശ്വാസം മുട്ടുമ്പോൾ അവർക്ക് പേടി. പക്ഷെ ഞാൻ എൻ്റെ ഒരു എന്താണ്, എനിക്ക് ഇങ്ങനെ നിൽക്കണ്ടെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഇന്നേലൊക്കെ അടിച്ച് ആവിയൊക്കെ പിടിച്ച് ഒക്കെ സെറ്റാക്കി
ആക്കിയിട്ട് അങ്ങനത്തെ ഷോപ്പ് അങ്ങനെ വീട്ടിലിരുന്നാൽ ടെൻഷൻ കൂടി. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു മൈൻഡോട് ജീവിച്ച ആളാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് പുതിയ വ്യക്തികൾ ഇത് വാങ്ങി ഉപയോഗിക്കാം. നമ്മള് എന്തെല്ലാം കാശുകൾ എന്തിനൊക്കെ ചെലവാക്കുന്നില്ലേ, നമ്മളെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പൊ രോഗം വരാതിരിക്കാനും വന്ന രോഗത്തിന്റെ എഫക്റ്റിന് കുറക്കാനും സാധിക്കും. അതൊക്കെ വലിയ തെളിവാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയാം. പക്ഷെ എന്റെ വീട്ടിലുള്ള അടുത്തുള്ളവരൊക്കെ ഇപ്പൊ പറയുമ്പോ ഹോസ്പിറ്റലിൽ പിന്നെ ഒരു ആള് വിളിച്ച് ലാബിൽ എന്താ വരാത്ത ടെസ്റ്റ് ചെയ്യാനില്ലേ, പിന്നെ ഒരാൾ വിളിച്ചിട്ട് സ്ഥിരം മരുന്ന് കഴിക്കുന്ന ആളല്ല. അപ്പൊ നമ്മൾ ഇത്ര മരുന്നോ അസ്താലിനും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് വരാത്തത് എന്ന് അവർ ചോദിക്കുകയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ അത്ഭുതമായി. പിന്നെ എന്ത് നമ്മൾ രാത്രി ആണെങ്കിൽ ഏത് ടൈമില്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പോവുകയാണ്. രാത്രിയൊക്കെ അസുഖം വന്നിട്ട് നമ്മൾ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.